ഡൽഹിയിൽ കോൺഗ്രസിന്റെ പുതിയ ആസ്ഥാനം ഉദ്ഘാടനം ചെയ്തു. സോണിയാഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ചേർന്ന് നാടമുറിച്ചു. 80,000 ചതുരശ്ര അടിയിൽ 6 നിലകളിലായിട്ടാണ് കെട്ടിടം ഒരുങ്ങിയിട്ടുള്ളത്. 47 വർഷത്തിന് ശേഷമാണ് കോൺഗ്രസിന്റെ ആസ്ഥാനം മാറുന്നത്. And you stand and you fight for what you believe in and what you know to be your politics. So I'm very proud of this building and I'm more proud of the people who are sitting inside this building right now. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി. അർജുൻ, രാജ്യ തലസ്ഥാനത്ത് പ്രൗഢഗംഭീരമായ ഒരു ആസ്ഥാന മന്ദിരം കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാവുന്നു. അത് ആ പാർട്ടിയെ സംബന്ധിച്ച് സന്തോഷകരമായ കാര്യമാണ്. ഒപ്പം സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനും അഭിമാനിക്കാം. പുതിയ ബിൽഡിംഗ് എങ്ങനെയുണ്ട്? ഇനി മുതൽ 9A കോട്ട്ല റോഡ് എന്നുള്ളതാണ് AICCയുടെ മേൽ ആസ്ഥാനം. നിലവിൽ മാധ്യമപ്രവർത്തകരെ അകത്തേക്ക് പ്രവേശിപ്പിച്ചിട്ടില്ല. ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെയോ തന്നെ ഇതിനകത്തേക്ക് മാധ്യമപ്രവർത്തകരെ അടക്കം പ്രവേശിപ്പിക്കുമെന്നുള്ളതാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. ഈ ചടങ്ങുകളെല്ലാം തന്നെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. വലിയ വിപുലമായിട്ടുള്ള ചടങ്ങ് തന്നെയായിരുന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ, ഒപ്പം തന്നെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരും MP മാരും അതുപോലെ തന്നെ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളും എല്ലാം ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. ഏകദേശം 400 പേർക്കാണ് ക്ഷണമുണ്ടായിരുന്നത്. ക്ഷണമുള്ളവരെ മാത്രമായിരുന്നു അകത്തേക്ക് പ്രവേശിപ്പിച്ചത്. വലിയ ആഘോഷം തന്നെ അകത്തുണ്ടായിരുന്നു. പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ പതാക ഉയർത്തിയത് മല്ലികാർജ്ജുൻ ഖാർഗെയാണ്. ഒപ്പം തന്നെ നാട മുറിക്കാൻ ആദ്യം സോണിയാഗാന്ധിയായിരുന്നു നാട മുറിക്കാൻ തീരുമാനിച്ചിരുന്നത്. പിന്നാലെ അവർ മല്ലികാർജ്ജുൻ ഖാർഗെയും കൂടി ക്ഷണിക്കുകയായിരുന്നു. ഒപ്പം പിന്നാലെ ദീപം തെളിയിച്ചു. അങ്ങനെ മറ്റ് പരിപാടികളിലേക്ക് കടന്നു. ഏറ്റവും ഒടുവിൽ ഈ 6 നിലകളിലായിട്ടുള്ള ആസ്ഥാനം നടന്ന 5 സംഘങ്ങളായി ഈ 400 പേരും നടന്ന് കാണുകയാണ്. അതിപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും അതിന്റെ അവസാനത്തേക്ക് എത്തി എന്നുള്ള കാര്യമാണ്. ഇതിന് ഇടയിൽ തന്നെയാണ് ഈ പുറത്ത്, അതായത് പ്രത്യേകിച്ചും ആളുകളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന സമയത്താണ് ഈ നിർമ്മിതി അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി അതിൽ എത്രത്തോളം ജീവത്യാഗം കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും എല്ലാം തന്നെ നടത്തിയിരുന്നു, എത്ര പേരുടെ കഷ്ടപ്പാടാണ്, കഠിനാധ്വാനമാണ് എന്നുള്ള കാര്യം രാഹുൽ ഗാന്ധിയും ഓർമ്മിപ്പിച്ചത്. അതിൽ 2 കാര്യങ്ങൾ വിമർശനമായി ഉന്നയിച്ചതായിരുന്നു. ഒന്ന്, കഴിഞ്ഞ ദിവസങ്ങളിൽ മോഹൻ ഭാഗവത് RSSന്റെ അധ്യക്ഷനാണ്. അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ 1947 അല്ല ഇന്ത്യക്ക് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം ലഭിച്ചത് എന്നുള്ള കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി ചില പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊരു വിമർശനം. അതിന് പിന്നാലെ തന്നെ മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയുള്ള വിമർശനവും എല്ലാം തന്നെ ചൂണ്ടിക്കാട്ടിയുള്ള പ്രസംഗവും ഗാന്ധി ഖാർഗെയും KC വേണുഗോപാൽ അടക്കമുള്ളവരെല്ലാവരും സംസാരിച്ചിട്ടുണ്ട്. നിലവിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയാണ് അകത്തു നിന്നും പുറത്തേക്ക് വന്നത്. കാര്യങ്ങളെല്ലാം തന്നെ ഈ ഉദ്ഘാടന ചടങ്ങ് എല്ലാം തന്നെ ഇപ്പോൾ പൂർണ്ണമായിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെ പറയാം. ഇനി ബാക്കിയുള്ളത് മറ്റുള്ള ആളുകളെ, അതായത് താഴെത്തട്ടിലുള്ള പ്രവർത്തകരെയും അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകർ അടക്കമുള്ളവരെയും അകത്തേക്ക് കൊണ്ടുപോവുക, ഈ ആസ്ഥാനം കാണിക്കുക എന്നുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും ദൃശ്യങ്ങളടക്കം പകർത്തി അത് മറ്റുള്ളവരിലേക്ക്, പൊതുജനത്തിലേക്ക് എത്തിക്കുക എന്നുള്ള കാര്യം മാത്രമാണ് ബാക്കിയുള്ളത്. പുതിയ കോൺഗ്രസ് ഓഫീസിന്റെ ദൃശ്യങ്ങൾ ഉടനെ കാണാം. എന്തായാലും കോൺഗ്രസിന്റെ 47 കൊല്ലത്തെ വിലാസം മാറുകയാണ്. 24 അക്ബർ റോഡ് എന്നുള്ളത് കോൺഗ്രസിന്റെ വിലാസമായിരുന്നു. റഷീദ് കിദ്വായിയുടെ കോൺഗ്രസിനെ കുറിച്ചുള്ള, കോൺഗ്രസ് രാഷ്ട്രീയത്തെ കുറിച്ചുള്ള പ്രശസ്തമായ പുസ്തകത്തിന്റെ പേരും 24 അക്ബർ റോഡ് എന്നുള്ളതാണ്. ഇനി മേലാൽ 24 അക്ബർ റോഡ് കോൺഗ്രസിന്റെ അഡ്രസ് ആവുകയല്ല. കോൺഗ്രസിന് രാജ്യത്ത് പുതിയ മേൽവിലാസം ഉണ്ടാകുന്നു. പുതിയ ഹെഡ് ക്വാർട്ടേഴ്സ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. അർജുൻ പീതാംബരൻ അതിന്റെ വിവരങ്ങൾ നൽകുകയാണ്.